ചെറിയ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഒരു അനുഗ്രഹീതനായ കലാകാരൻ്റെ നമ്മളെയൊക്കെ വിട്ടുപോയ ഒരു അപകടത്തിൽ വിട്ടുപോയ നമ്മളെയൊക്കെ കൂടെ ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ, ചലച്ചിത്ര നടൻ, സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയൊക്കെ വളരെയധികം ആരാധകരെ നേടിയ കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ മരണം ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു ഞെട്ടലുളവാക്കിയ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് കൊല്ലം സുധി വളരെയധികം ചർച്ചാ വിഷയമായി. കൊല്ലം സുധിയുടെ ഫാമിലിയും എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. സുധിയുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നാണ് കൂടുതൽ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കോൺട്രവേഴ്സിയും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കിച്ചു. അതായത് സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ. അമ്മയെ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മാവനെ വിട്ടുപോയി. സുധി അച്ഛനാണ് വളർത്തിയത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ രണ്ടമ്മമാർ വന്നെങ്കിലും ഈ പത്തമ്മ ജനിഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്ന പോലെ അതൊക്കെ അവൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ജേണി അങ്ങനെയായിരുന്നു. അച്ഛനും കൂടെ പോയതോടെ അവൻ പരിപൂർണ്ണമായി അനാഥനായി. അവനെ അച്ഛൻ്റെ രക്തത്തിൽ പറഞ്ഞ ഒരു അർത്ഥ സഹോദരൻ അവനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേദം കൊണ്ടല്ല. ഇനിയിപ്പോൾ പ്രത്യേകം മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കിച്ചുവിനെ പറ്റിയാണ് നമ്മുടെ ജയമാർ പറയുന്നത്. കിച്ചുവിനെ പറ്റി, കൊല്ലം സുധിയുടെ മകനെ പറ്റിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കേട്ട് നോക്കണം. തീർച്ചയായിട്ടും ഉറപ്പായും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. കാരണം ഒരുപാട് പേര് പറയാൻ കൊതിച്ച കാര്യങ്ങളും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. പക്ഷേ കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിനെ പറ്റി ഈ ജയകുമാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഹായ്, ഹലോ ചെങ്ങുമുതമണികൾ, എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പുതിയതായിട്ട് ഇവിടെ കിടന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് വിരൽ തുമ്പ് ഒന്ന് ചലിപ്പിച്ചേട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒരു ലൈക്ക് കൂടി ഒന്ന് ചെയ്യിക്കുക. അതുപോലെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ ആ ഹൈപ്പ് എന്നുള്ള ആ ബട്ടൺ കൂടി ഒന്നങ്ങ് അമർത്തിയേക്കണേ. ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ, എല്ലാവരും ചെയ്ത് കയറി വരൂ. അപ്പം നമുക്ക് ഈ ജയകുമാർ കിച്ചുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കേൾക്കാം. കേട്ടിട്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം കേൾക്കുന്നത്. കേൾക്കാം. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത് മരിച്ചതിന് ശേഷം. അത് പല രീതിയിൽ, നല്ല രീതിയിലും എല്ലാം ആളുകൾക്ക് സുധിയുടെ മരണത്തെ, സുധിയെ കണ്ടത്, അല്ലെങ്കിൽ സുധിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം, സുധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളും അതൊക്കെ നമുക്കറിയാം. പിന്നെ അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നിട്ടുണ്ട് സുധിയുടെ പല കാര്യങ്ങളും ചൊല്ലി. പക്ഷേ ഇവിടെ ഒന്ന് ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വെച്ച് എന്താ പറയുക, അതിനെ വെച്ചിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ വളരെ എന്താ പറയുക, അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന, അല്ലാണ്ട് സുധിയുടെ മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും അവൻ മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതായത് സുധിയുടെ മരണശേഷം സത്യമായ കാര്യമാണല്ലേ, സുധിയെ കൂടുതൽ ആൾക്കാരിലേക്ക് സുധിയെപ്പറ്റി എത്തിച്ചതൊക്കെ ഈ സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാമാണ്. എങ്കിലും കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് സുധിയെപ്പറ്റി ആൾക്കാർ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത്. കാരണം എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നല്ലതിന് നല്ലതായിട്ടും ചീത്തയായിട്ടും അല്ല കണ്ടത്. പക്ഷേ ചില ആൾക്കാരുടെ പ്രവൃത്തി കാരണം സുധിയെ പറയാതെ ഒരു ദിവസം പോലും കഴിഞ്ഞുപോയി കാണില്ല മലയാളികൾക്ക്. അങ്ങനെയാണ് സുധിയെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടിയെത്തിയത്. അവിടെയും ഈ പറയുന്ന പോലെ, ജയകുമാർ പറഞ്ഞ പോലെ, കിച്ചു അതൊന്നും വിറ്റ് തിന്നിട്ടില്ല. അയ്യോ, എൻ്റെ അച്ഛൻ മരിച്ചതാണ്, എനിക്ക് അമ്മയുമില്ല, എൻ്റെ കയ്യിൽ നിവർത്തിയില്ല, എനിക്ക് ഇനി എങ്ങനെ ജീവിക്കണം, ഒന്നിനും നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ആരുടെ മുൻപിൽ കൈനീട്ടി, അല്ലെങ്കിൽ വേറൊരു രീതിക്ക് അച്ഛനെ വിറ്റ്, അല്ലെങ്കിൽ അച്ഛൻ്റെ മരണത്തെ വിറ്റ് എന്നും ഒരിടത്തും പോയി ഒരു കാര്യത്തിന് നിന്നിട്ടില്ല എന്നതാണ് ഈ ജയകുമാർ പറയുന്നത്. അത് തന്നെയല്ലേ സത്യവും. പക്ഷെ നമ്മളെങ്ങും കണ്ടിട്ടില്ല, അയ്യോ എൻ്റെ അച്ഛൻ മരിച്ചതാണ്, എനിക്ക് അമ്മയുമില്ല, ഞാനിനി എങ്ങനെ ജീവിക്കും, എനിക്ക് ജീവിക്കണ്ടേ, അതിനുവേണ്ടി ഞാനിത് ചെയ്യണം, എനിക്ക് എല്ലാവരും കൂടെ സഹായിക്കണം എന്നും പറഞ്ഞ് എങ്ങും കിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അവിടെയും കിച്ചു ചെയ്ത ആ ക്വാളിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ആ കിച്ചു ചെയ്ത ആ ക്വാളിറ്റി
അത് മറ്റുള്ളവർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് പേർ അതിനു വേണ്ടി കിച്ചു, അതായത് സുധിയുടെ മരണത്തെ വിറ്റ് തിന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത് തന്നെ വെച്ച് മുതലെടുക്കുകയായിരുന്നു. അത് വെച്ച് മുതലെടുത്തുകൊണ്ടും അതിനെ പ്രവർത്തിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിച്ചുകൊണ്ടും മരിച്ചുപോയി നീ ഇപ്പം എന്ത് ചെയ്യും എന്നുള്ളത് സംസാരിച്ചുകൊണ്ടും ആ ഒരു ലേബലിൽ, അതായത് സുധിയുടെ ലേബലിൽ സുധി മരണപ്പെട്ടു എന്നുള്ള ആ വാർത്തയിൽ അവിടെ വെച്ച് കയറി വന്ന, അത് വെച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം. കാന്തന്റെ ആരോപണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവൻ അതിനൊക്കെ വളരെ പക്വതയുടെയും പാകതയുടെയും തന്നെ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ കാണുമ്പോൾ അത്ഭുതം തോന്നാതെ, ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടൊരു മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സായിരിക്കും അവർക്ക്. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവന് പരിപൂർണ്ണ സ്നേഹവും സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തിടെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ഒരു വാർത്ത അമ്മയുടെ തലക്കടിച്ചു, മകൻ ഒരു അമ്മയുടെ തലക്കടിച്ചു കൊന്നു, പെറ്റമ്മയുടെ. ഇന്നലെ അച്ഛനെ തലക്കടിച്ചു കൊന്നൊരു മകൻ. പിന്നെ അതിന് മുമ്പ് ഒരു അച്ഛനെ അമ്മയും കൊന്നൊരു മകൻ. ഇതൊക്കെ ചെറുപ്പക്കാരാണ്, 20-22 വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഈ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. അതിന് മുമ്പ് അപ്പം തന്നെ ഞാൻ കേട്ടൊരു അമ്മയുടെ മാല അവനും മകനും കൂട്ടുകാരനും കൂടെ വീട്ടിൽ നിന്ന് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പോയി. കണക്കത്തിന് പിടിച്ച് എല്ലാം ഉണ്ട്, അഴിക്ക് വിളിക്കും. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭയാനകമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇങ്ങനെ ആയിപ്പോകും? അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വേറെയാണ്. പോകും അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ പൈസ വേണം. അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ATM പോലെയാണ്. അത് പൈസ കൊടുത്തില്ലെങ്കിൽ ATM തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. ലഹരിക്ക് അടിമപ്പെടുക, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള മനസ്സ്, ക്രൂരമായ മനസ്സ്, മൃഗങ്ങൾ പോലും മാറി നിൽക്കുന്ന അത്രയും വലിയൊരു, എന്താ പറയുക, മൃഗങ്ങൾ പോലും ചെയ്യില്ലായിരുന്നു. അതുപോലത്തെ മനസ്സാണ് ഈ മനുഷ്യർക്കുള്ളത്. ഈ തലമുറയ്ക്ക് എന്ത് പറ്റി? ഇവിടെ നമ്മളുടെ മകനെ, നമ്മുടെ വീട്ടിലൊരു 20-22 വയസ്സുള്ള ഒരു മകനുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ആ മകനെ പോലും നമുക്കിങ്ങനെ ഭീതിയോടെ കാണേണ്ട അവസ്ഥയാണ്. കാരണം ദൈവമേ, നമ്മളെ വല്ല ആക്രമിക്കുമോ, നമ്മളെ കൊല്ലുമോ? സത്യമായ കാര്യം, അതായത് ഒരുപാട് കോണ്ടന്റുകൾ വെച്ചിട്ട് അവനെ ഒരുപാട് പേര് പ്രതികരിക്കുകയും അവൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും അവനെ തകർക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആയിരിക്കാം, ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായിരുന്നായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും അവിടെ എങ്ങും തളരാതെ മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ദൃഢ നിശ്ചയത്തോടു കൂടി തന്നെ കിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഒരു നിശ്ചയം മിക്കവാറും ഒന്നല്ല, ഉറപ്പായിട്ടും സുധിയുടെ ആത്മാവ് അവൻ്റെ കൂടെ ഉണ്ട്, സുധി അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ബലം ഒരിക്കലും അവന് നഷ്ടപ്പെടത്തില്ല. ആ അച്ഛൻ എന്ന് പറയുന്നത്, സുധി എന്ന് പറയുന്നത് കിച്ചുവിന് ഒരു ഊർജം തന്നെയായിരുന്നു. അവർ തമ്മിലായിരുന്നു എപ്പോഴും. അവർ തമ്മിലൊരു സ്നേഹത്തിൻ്റെ ബോണ്ടിങ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. കൈക്കുഞ്ഞു തൊട്ട് ഇതുവരെയും മരിക്കുന്നവരെയും കണ്ടിട്ടുള്ളതാണ്. ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കിടക്കുന്നുമുണ്ട്. സുധിയും കിച്ചുവിനെയും പറ്റി പറയാൻ ഞാൻ പുറത്തുവിടും എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കാം. ഇപ്പോൾ ഈ മനോജ് പറഞ്ഞതുപോലെ പലയിടത്തും അമ്മയുടെ തല അല്ലെങ്കിൽ അച്ഛൻ്റെ തലയൊക്കെ അടിച്ചു പൊട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത്, അപ്പം അതുപോലെ ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ചിട്ട് അത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവനൊരു കുറ്റവാളിയാണ് അല്ലെങ്കിൽ അവനൊരു നികഷ്ടജീവിയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവനത് തെറ്റ് അവന് മനസ്സിലായി കാണാം, തിരുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല എങ്കിൽ അതാണ് നോക്കേണ്ടത്. അല്ലാതെ അതിൻ്റെ അത് വെച്ചിട്ട് ചൂഷണം ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവൻ്റെ കുടുംബത്തിൽ മാത്രം സംഭവിച്ചപ്പോൾ അത് വലിയ കാര്യം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാൽ അത് പക്ക ചെറ്റത്തരും. അത് പുറത്തറിയില്ല, അല്ലെങ്കിൽ പുറത്തറിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയും, അവനെ ആക്ഷേപിക്കും, അങ്ങനെയായിരിക്കും. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ബാക്കിയോട് കേട്ട് നോക്കാം. പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ സത്യം പറഞ്ഞാൽ അവന് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിട്ടും അവൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ കണ്ടിട്ടുമില്ല. പക്ഷേ അവൻ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാം വളരെ പാകതയും പക്വതയുള്ള, ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് വീക്ഷണമുള്ള, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, പഠനം പൂർത്തിയാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവന്, അതൊക്കെ അവന് ചെയ്യണം എന്നുള്ള, അതിന് വേണ്ടിയിട്ട് അവനിൽ എന്താണ് കഴിവുള്ളത് അത് വെച്ച് അവൻ ചെയ്യുന്നു. അല്ലാണ്ട് ആരും അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനോ
ക്യാമറകളൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ച് വെക്കും. അങ്ങനെ പോകുന്ന ഒരാളൊന്നുമല്ല. അതൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ, സമൂഹത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് സഹതാപം ഉണ്ടാക്കുക, സിമ്പതിയുടെ പുറത്ത് കുറച്ച് ഡോളേഴ്സ് എന്ന് പറയുന്ന പോലെ സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് നാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥത, അപ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രൻ കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക എല്ലാവരും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ സമൂഹത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ആളുകളുടെ സിമ്പതി വാങ്ങിച്ച് പറ്റിയിട്ട് വേണം ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് ഈ കള്ളത്തരങ്ങളും കള്ളനാണയങ്ങളൊക്കെ കാലം തിരിച്ചറിയും. അത് ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ മനസ്സിലാക്കുക. എന്തിനേയും വെച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ അതൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവൻ്റെ. അതെ, അവന് ഒരുപാട്, അതായത് കിച്ചുവിന് ഒരുപാട് വഴിതെറ്റിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോഴും അതെ, അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. പക്ഷേ അവന് ചെറിയൊരു പണ്ട് കാലഘട്ടങ്ങളിൽ ലഹരിയായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴതൊന്നും ഇല്ല, നല്ല രീതിക്കാണ് ജീവിക്കുന്നതെന്നും അത് ഞാൻ തിരുത്തി ജീവിക്കുകയാണെന്ന് ഈ കിച്ചു തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ചിലപ്പോൾ പല തെറ്റുകളും ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് ഇപ്പോൾ നല്ല രീതിക്ക് നടക്കുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂടെ നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ പണ്ട് നടന്ന എന്തോ ഉണ്ടെന്ന് വെച്ചിട്ട് അതിനെ പറ്റി അത് പിടിച്ച് മുന്നോട്ട് പോയി സംസാരിക്കുക, അവനെ ആക്ഷേപിക്കുക, അവനെ അടിച്ച് തകർക്കാൻ നോക്കുക, അതല്ല ചെയ്യേണ്ടത്. പിന്നെ ഈ മനോജ് പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും പക്വതയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെപ്പറ്റി ഒരു അറ്റൻഷൻ താന്ന് പറഞ്ഞൊന്നും ആരും പോകുന്നില്ല. എന്നെപ്പറ്റി ഒന്ന് പറയൂ, എന്നെപ്പറ്റി ഒന്ന് ഇൻ്റർവ്യൂ എടുക്കൂ, എന്നെപ്പറ്റി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയൂ, സോഷ്യൽ മീഡിയയിൽ ഇടൂ എന്നൊന്നും കിച്ചു ഒരിടത്തും പോയി പറയുന്നത് കേട്ടിട്ടില്ല. അവൻ്റെ സംരംഭങ്ങൾ ഈ തുണി ഷോപ്പിൻ്റെ ഇത് തുടങ്ങിയ സമയത്ത്, ക്ലോത്തിൻ്റെ തുടങ്ങിയ സമയത്ത് അവൻ്റെ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി മാത്രം അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടച്ചു. അതിനുശേഷവും പിന്നും അവൻ ആരെയും പിടിച്ചു പോകുന്നില്ല. ഇപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കും, എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് എൻ്റെ കാര്യങ്ങൾ പുറത്തു വിടൂ കുറച്ച് കാര്യം. അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിൽ പറയുന്നുണ്ട്, അതായത് ഈ കാര്യം എന്നെപ്പറ്റി ആരും പറയാതിരിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി വീണ്ടും കുത്തി പറയിപ്പിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് പ്രശ്നങ്ങളുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെയൊന്നും ശ്രമിച്ചിട്ടില്ല ഈ കിച്ചു. അങ്ങനെ ശ്രമിച്ചവരുണ്ട് കേട്ടോ, ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട വേണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നടക്കുന്നവരെ പേര് പോലും മനോജ് പറയുന്നില്ല. അതാണ് അതിൻ്റെ ക്വാളിറ്റി, അതാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു വീട് പണിയണം, ഒരു സ്ഥലം വാങ്ങിക്കണം, ഈ വർഷമെങ്കിലും എനിക്ക് അടുത്ത വർഷമെങ്കിലും ഒരു സ്ഥലം വാങ്ങിക്കണം. അവൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് അവൻ വെറുതെ ഇരിക്കുകയല്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് താന്ന് പറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നു, അവൻ്റേതായ രീതിയിൽ അവൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ അത് ചെയ്താണ് അവൻ പോകുന്നത്. അത് അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. അവനൊരു 10 കാശ് അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ആരെയും വിറ്റിട്ടോ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പൊന്നുമോനെ കിച്ചു, നിനക്കുണ്ടടാ ഒരു നിന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞാൻ അതിനൊന്നുമല്ല. കേരളത്തിൽ ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്നവർ, നിനക്ക് അനുഗ്രഹം തരുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് അതുപോലെ കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിനക്ക് പൂവണിയട്ടെ മോനെ. നീ ഒരു യുവതലമുറയ്ക്ക് ഒരു മാതൃകയായി നീ മാറണം. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അനാഥനാണെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല വഴികളിലൂടെ പോയി, യാതൊരു മോശം കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ മോശം വഴികളിലൂടെ പോകാതെ യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയായി മാറണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിന്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് നീ ഒരു അഭിമാനമായിട്ട് മാറണം. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്. കിച്ചു, അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കിച്ചു മുന്നോട്ട് പോവുക. എല്ലാവരുടെയും എല്ലാവിധ പിന്തുണകളും നിനക്കുണ്ടാവും. അതെ, ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ. അവന് ആഗ്രഹങ്ങൾ വീട് വയ്ക്കണം, വസ്തു വാങ്ങണം, വീട് വയ്ക്കണം, അതായത് ബിസിനസ്സിൽ നല്ല എർണിങ്സ് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. അതിന് നമുക്കും പറയാനുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഈ മനോജ് പറഞ്ഞ തന്നെ വലിയ കൂട്ടുകെട്ടുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക, നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ എല്ലാവരും കാണും, ആൾക്കാരൊക്കെ ഒരുപാട് ഒരു സപ്പോർട്ട് കാണും. ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ ആത്മാവ് എപ്പോഴും കൂടെ ഉണ്ടാകും, ആ ശക്തിയും പിന്നെ സുധിയുടെ കുടുംബവും ഒക്കെ എപ്പോഴും കൂടെ ഇല്ലേ, അതുപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ നല്ല രീതിക്ക് മുന്നോട്ടങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. ബാക്കി കൂടി കേട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഒന്ന് മാറിയാണ് ചെയ്യുന്നത്. കാര്യം അവിടെ കുറച്ച് വോയിസിൻ്റെ ഡിസ്റ്റർബ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് മാറിയതാണ്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, സദയം ക്ഷമിക്കുക. പറക്കാൻ നിനക്ക് കഴിയട്ടെ.
വേറെ ഇതിനൊന്നും നമ്മൾ മോശമായ വഴിയില്ല. സത്യധർമാദികൾ നീതികളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടും. പാകതയും പക്വതയൊക്കെ നിനക്ക് നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. കാരണം ഭയങ്കരമായിട്ട് പ്രായത്തേക്കാൾ അപ്പുറമുള്ള പാകതയും പക്വതയുണ്ട്. ഒരുപാട് പ്രായമായിട്ടും ഇതൊന്നും വരാത്തവരെയും നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അതൊന്നും ഞാനിപ്പോൾ ഇതിലേക്കൊന്നും കൂടുതലൊന്നും ഞാൻ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നിന്റെ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു നല്ലതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതൊരു മച്ചാൻസ് വ്ലോഗ് അങ്ങനെ ഒരു ചാനലിലാണ്. ഒരുപാട് പേര് അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിച്ചോ, അച്ഛൻ്റെ അനുഗ്രഹം, സുധിയുടെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാവുക. സുധിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നിനക്ക് എന്നും ഉണ്ടാവും സപ്പോർട്ടായിട്ട്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ബാക്കിയൊന്നും നീ നോക്കണ്ട. ആരോപണങ്ങൾ, കല്ലെറിയുന്നവർ എന്തും ചെയ്തോട്ടെ. ഇതൊക്കെ കാലം തെളിയിക്കുന്ന കാര്യങ്ങളാണ്. കല്ലെറിയുന്നവൻ എന്ന് എറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അവസാനം കൈയടയ്ക്കുമ്പോൾ നിർത്തിക്കോളും. നീ അതിലൊന്നും തളരാൻ നിൽക്കാതെ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച്, നിന്റെ അച്ഛനെ മനസ്സിൽ സ്മരിച്ച് നിന്റെ എല്ലാ നന്മകളിലേക്ക് നീ കിടക്കുക. വേറെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഒരിക്കലും ജീവിക്കുമ്പോൾ വഴിതെറ്റി പോകാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നീ ഒരു മാതൃകയാവുള്ളൂ. യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയാവട്ടെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയാവട്ടെ. തെറ്റുകുറ്റങ്ങളിലൊന്നും ചെന്ന് കയറാതിരിക്കുക. അപ്പോൾ ഇതുപോലെ സുധിയുടെ മരണത്തെ വിറ്റ് ഒരിക്കലും ജീവിച്ചിട്ടില്ല എന്ന ശുഭാപ്തി വിശ്വാസം കിച്ചുവിനുമുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അല്ലേ. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചതാണ്, എൻ്റെ അമ്മ ഇല്ല, അമ്മയും ഇല്ല, അച്ഛനും ഇല്ല എന്ന് പറഞ്ഞ് ആരെയും മുമ്പ് നിന്ന് കൈ നീട്ടി എനിക്ക് ജീവിക്കാൻ ഒരു വഴിയാണ്, എനിക്ക് ജീവിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആരെയും മുമ്പ് കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സംരംഭങ്ങളൊക്കെ വിജയിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എടുക്കൂ, എന്നെ ഇൻ്റർവ്യൂ ചെയ്യൂ, ആരെങ്കിലും എൻ്റെ കാര്യങ്ങളൊന്ന് പുറത്തു വിടൂ എന്നും പറഞ്ഞുകൊണ്ട് ആരെയും മുന്നിൽ പോയി നിൽക്കാതെ വരുന്ന വിവാദങ്ങളെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുകയും പക്വതയോടെ മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്ത കിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവട്ടെ. അതുപോലെ സുധിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. ഹൈപ്പ് അടിക്കാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വീഡിയോ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.